ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ട മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു പ്രഗ്നൻസി ഈവനിങ് ടൈം റൊട്ടീനാണ് കേട്ടോ. മോർണിംഗ് റൊട്ടീൻ പോലെ തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതാണ് എൻ്റെ ഈവനിങ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ ഉച്ച കുറച്ച് നേരം കിടന്ന് ഉറങ്ങും, എന്നാലും എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് എൻ്റെ ഈവനിങ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാറ്. ഇന്ന് കുറച്ചൊരു മൂഡി ഡേ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചധികം ഫ്രൂട്ട്സ് ഒന്ന് കഴിച്ചു. അതെനിക്ക് പറ്റിയില്ല, ഭയങ്കര ഒരു ബ്ലോട്ടിംഗ് ഫീൽ ആയിരുന്നു. എങ്കിലും എനിക്ക് എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒട്ടും വയ്യാത്ത ദിവസം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. ഒരു 90% ദിവസങ്ങളിലും ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യും കേട്ടോ. എനിക്ക് എപ്പോഴും ബെഡും റൂമൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ആക്കി നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം പോണത് അടുക്കളയിലേക്കായിരിക്കും കേട്ടോ. മിക്കപ്പോഴും അമ്മ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഴം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു വേറെ സ്നാക്സൊന്നും കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ പഴം വാട്ടി കഴിച്ചോളാം. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആണല്ലോ. ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും, എന്നിട്ട് പഴം ഇങ്ങനെ അരിഞ്ഞിടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ കഴിക്കാൻ. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, എന്തോ ഭാഗ്യത്തിന് എനിക്കത് ഇഷ്ടമാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഞാൻ പാലും വെക്കും. പാലാണ് ഞാൻ മിക്കപ്പോഴും കുടിക്കാറ്, ഇല്ലെങ്കിൽ അമ്മ എന്നെ ഓടിച്ചിട്ട് തല്ലു കേട്ടോ. ഞാൻ പാൽ ഇളക്കുമ്പോൾ ഇതുപോലെ എപ്പോഴും പാല് താഴെ പോകും. എത്ര പേരുണ്ട് ഇത്രയും ക്ലംസി ആയിട്ടുള്ളത്? ഞാൻ എപ്പോഴും അങ്ങനെ ആയിട്ട്. പിന്നെ ഞാനതൊന്നും നോക്കുന്നില്ല, നേരെ അതൊക്കെ അടുത്ത് പയ്യെ തുടച്ച് ക്ലീനാക്കി നമ്മൾ സെറ്റ് ചെയ്ത് ആ വഴി പോകും കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ച് കാപ്പി കുടിക്കണം എന്നൊരു മോഹം. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് കാപ്പി ആവാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ പാല് ഒരു സൈഡിൽ വെച്ചു, എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ പഴം വാട്ടാൻ വെച്ചിട്ടുണ്ടായില്ലേ, എനിക്ക് നല്ല കരിഞ്ഞ് വന്നു കേട്ടോ. എന്നാലും എനിക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടമുള്ളൂ. അങ്ങനെ അതും വെച്ചു. നമ്മൾ കാപ്പിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് ആക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ മെയിൻ ഈവനിങ്ങിലെ ഒരു പരിപാടി. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ ചായക്കടിയും ചായയൊക്കെ ആയിട്ട് നേരെ പോണത് ഇനി ഞാൻ ലിവിങ് റൂമിലേക്കാണ്. എനിക്ക് അവിടെ പോയിരുന്ന് ടി വിയും കണ്ട് കഴിച്ചാലേ ഒരു മനസ്സുഖം ഉണ്ടാവുള്ളൂ. എത്ര പേരുണ്ട് ഇതുപോലെ? പണ്ട് മുതലേ കഴിക്കുമ്പോൾ വായിലേക്ക് എന്തെങ്കിലും വെക്കുമ്പോൾ ടി വി കണ്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. എന്താ ഈ കഴിക്കണ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ കാണാറുള്ളൂ, എങ്കിലും അപ്പം അതൊന്നും കണ്ടില്ലെങ്കിൽ ഒരു മനസ്സുഖം ഉണ്ടാവില്ല. അങ്ങനത്തെ എത്ര പേരുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ അങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊരു സെൽഫ് ടൈം അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ പോലെ കേട്ടോ എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ പാത്രം കൊണ്ട് അടുക്കളയിലൊക്കെ വെച്ച് കഴുകി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരും. ഇനിയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കുക കേട്ടോ. വയറ് ഞാൻ നിറച്ചിട്ട് മാത്രമേ വേറെ ഓരോ കാര്യങ്ങളിൽ പോകുള്ളൂ. നേരെ ബാത്റൂമിലേക്ക് പോകും, ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ. ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് മേല് കഴുകാറ്, വൈകുന്നേരം ഒന്നും മേല് കഴുകാറില്ല. അപ്പോൾ നേരെ പോയിട്ട് ഫേസ് വാഷ് ചെയ്യും. ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ മോൻ കഴുകി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുക. പക്ഷെ ഞാൻ തിരിച്ചാണ് കേട്ടോ. എനിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നന്നായിട്ട് വിശക്കും. അപ്പോൾ എന്തെങ്കിലും ഞാൻ മടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് വരും. എത്ര പേരുണ്ട് മോൻ കഴിയുമ്പോൾ ഇതുപോലെ ഉടുപ്പിൽ നിറച്ച് വെള്ളമാക്കണവർ? ഞാൻ ഇപ്പോഴും അങ്ങനെ കേട്ടോ. ഞാൻ ഇപ്പോഴും ഒരു കൊച്ചു വൈബിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ ഒന്ന് ചീവും. എൻ്റെ ചീപ്പും എൻ്റെ ഡ്രസ്സും ഏകദേശം ഒരുപോലെ ഉണ്ട് അല്ലേ. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഈ ഒരു ബൺ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ചൂടെടുത്ത് വയ്യ എനിക്ക് ഒട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ മുടി പായിച്ചിടുന്നത് മാക്സിമം കുറക്കും. ഇപ്പോൾ ഇതുപോലെ ചുരുട്ടി കൂട്ടി വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ലിപ് ബാം ഇടും. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി. വേറെ സ്കിൻ കെയർ ഒന്നും ഈവനിങ്ങിൽ ഇപ്പോൾ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ നറിഷിങ് കെയർ ലിപ് ബാം ആണ് കേട്ടോ. ഇത് ഗീ വേരിയൻറ്റിൽ വരുന്നതാണ്. അത് അവരുടെ പുതിയൊരു ലോഞ്ചാണ്. ഇതാണ് അവരുടെ പാക്കേജിങ് വന്നിട്ട്. ഇതിൻ്റെ ടെക്സ്ചർ കറക്റ്റ് നമ്മുടെ നെയ്യില്ല, അതുപോലെ തന്നെ ഭയങ്കര ബട്ടർ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ് ഇത് കണ്ടത്. ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം ഒരുപാട് പേര് ഞാൻ യൂസ് ചെയ്യണം ലിപ് ബാം അത്ര ശരിയല്ല ചേച്ചി, നെയ്യൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ, ഇപ്പോൾ അതാണ് നല്ലത്. ഈ പ്രഗ്നൻസി ടൈമിൽ അതൊക്കെ നാച്ചുറൽ ആയ സാധനങ്ങൾ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഈ നെയ്യ് നേരിട്ടെടുത്ത് ചുണ്ടിലേക്ക് തേക്കുന്നത് തീരെ ഇഷ്ടമില്ല. എത്ര പേരുണ്ട് അങ്ങനെയുള്ളതെന്ന് പറയാം കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഈ ഒരു ലിപ് ബാം കാണുന്നത്. ഇത് അവരുടെ പുതിയ ലോഞ്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഗുഡ് വൈബ്സിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ കയറി ഓർഡർ ചെയ്തു. ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ടെക്സ്ചർ ആണെങ്കിൽ പോലും ഇതിന് ആ ഒരു ഗീൻ്റെ സ്മെല്ലില്ല. ഓവർനൈറ്റിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം നമ്മുടെ ചുണ്ടിനെ ഹീൽ ചെയ്യും കേട്ടോ. ഞാൻ ഈവനിങ് ടൈമിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇത് ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്താലും നമുക്ക് റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലോണം കുറേ നേരത്തെ ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള പ്രോഡക്റ്റ് പേർപ്പിൾ അവൈലബിൾ ആണ്. ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പൊട്ടും തൊട്ട് ലേശം കുങ്കുമോടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈവനിങ്ങിലെ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ.
ഞാൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴേക്കും കിച്ചാമ്മൻ ഇന്ന് നേരത്തെ വന്നു. സാധാരണ ഞാൻ പുറത്തു പോയി ഇങ്ങനെ കാത്തിക്കും കിച്ചാമ്മനെ. എന്നെ ഇവിടുത്തെ എല്ലാവരും വിളിക്കുന്നത് പൂമുഖവാതിക്കൽ നിന്നാട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഞാനിങ്ങനെ കിച്ചാമ്മനെ നോക്കി പുറത്തേക്ക് വിട്ടാം. പക്ഷെ ഇന്ന് ആൾ നേരത്തെ വന്നു. അങ്ങനെ ഞാൻ പുള്ളിനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചായ കുടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷപ്പെട്ടു ഞാൻ. അങ്ങനെ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചു കിട്ടും. പിന്നെ ഈവനിങ്ങിൽ ഞാനും കിച്ചാമ്മനും കൂടി ഇങ്ങനെ നടക്കാൻ പോകും. അത് നല്ലൊരു ഹാബിറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എന്നോട് നടക്കണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നടക്കും. കൂടെ ഞാൻ പുള്ളിക്കാരനെ കൂടി കൊണ്ടുപോകും കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങാണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടിട്ട് ഇട്ടുടുപ്പിട്ടുണ്ടാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ എത്ര പേരുണ്ട് ഇതുപോലത്തെ ആൾക്കാർ? ഞാൻ ഭയങ്കര മടിച്ചായി വരികയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളും വാങ്ങാനുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ സെറ്റിന്. അപ്പോൾ ഞാൻ ഇവിടെ റോം സ്റ്റാൻഡേർഡ്സിലേക്കാണ് പോയത്. നമ്മുടെ തൃപ്പൂണിത്തുറ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് പെഡിഗ്രി ഡ്രൈ ഫുഡില്ലേ അതും പിന്നെ കുറച്ച് സ്റ്റിക്സും വാങ്ങിച്ചു. ഇതൊക്കെ വല്ലപ്പോഴും ഒരു സ്നാക്ക് എന്ന രീതിയിൽ മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് അത് മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോൾ അവിടെ പോയാലും എത്ര കോളർ ബെൽറ്റും കാര്യങ്ങളും അവർക്കുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ടായി. നമ്മുടെ കിച്ചു സാർ തിരിച്ച് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വിഷമമുണ്ട് എനിക്ക്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ വാങ്ങിയാലേ നേരെ കൊണ്ട് അമ്മയുടെ അവിടെ തൈക്കൊടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ സാധനം കൂടി ചെന്നപ്പോൾ തന്നെ അവരുടെ ആ ചാട്ടം കണ്ടില്ല. ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. വല്ലപ്പോഴും മാത്രം നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല. അതുകൊണ്ട് അവർക്കത് ഭയങ്കര അമൃത് പോലെയാണ് അവർ കഴിക്കുന്നത്. ഇത് അത്ര നല്ലതല്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ എപ്പോഴൊന്നും വാങ്ങാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് അവരൊന്ന് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ജസ്റ്റ് വാങ്ങിക്കൊടുക്കും കേട്ടോ. ഇവരുടെ കൂടെ ഇരുന്ന സമയം പോകണതേ അറിയില്ല. ഇതാണ് കേട്ടോ ഡോറയും കിച്ചാമിനും ഭയങ്കര കൂട്ടാണ്. ഡോറ ആക്ച്വലി ആരുടെ അടുത്ത് അങ്ങനെ വലിയ കമ്പനി ആവാൻ പോകാത്ത ഒരാളാണ്. പക്ഷേ കിച്ചാമിൻ്റെ കൂടെ ഭയങ്കര കൂട്ടാണ്. കിച്ചാമിൻ്റെ കുഞ്ഞിനെ പോലെ കേട്ടോ അവൾ എപ്പോഴും കാണിക്കുക. കിച്ചാമിൻ്റെ മടിയിൽ നിന്ന് അവൾ മാറത്തേയില്ല. എപ്പോഴും ദേ ഇങ്ങനെ ഇരിക്കും. കിച്ചാമിന് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഭയങ്കര സ്നേഹ രണ്ടുപേരും തമ്മിൽ. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം അവരുടെ കൂടെ കളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോറും ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ഞാൻ പറഞ്ഞില്ല ബ്ലോട്ടിങ് ഫീൽ ആയിരുന്നു. എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. ഞാൻ കുറേ നേരം കിടന്നു കേട്ടോ. വന്നിട്ട് അപ്പം തന്നെ ഞാൻ കുറേ നേരം കിടന്നു കഴിഞ്ഞപ്പോഴാണ് ചോറിനായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും കിച്ചാമ എന്താ പനിയുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആളിങ്ങനെ തൊട്ട് നോക്കുക കേട്ടോ. പനി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. പനിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു. ഞാൻ നേരെ പോയിട്ട് ഞാൻ പാത്രം കഴിക്കോളാം എന്ന് മിക്കപ്പോഴും അമ്മേനായിട്ട് ചെയ്യാറ്. ഞങ്ങളങ്ങനെ അമ്മായിയമ്മ വരുമ്പോൾ സെറ്റപ്പ് അല്ല ഇവിടെ. ആക്ച്വലി ഞങ്ങൾ അമ്മയും മോളുമാണ്. ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെ അതുപോലെ തന്നെ ആട്ടോ ഇവിടെ. അങ്ങനെ ഞാനവിടെ പാത്രം കഴിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി കേട്ടോ. ഇനി എനിക്ക് മേല് കഴുകാനായിട്ടുള്ള ഒരു ത്രാണിയില്ല കേട്ടോ. ഞാൻ അത്രയും ക്ഷീണിച്ചു. വൈകുന്നേരമല്ല രാത്രി കിടക്കണതിന് മുമ്പ് ചെറിയ ഒരു ഇളം ചൂടുവെള്ളം ഞാൻ ഇങ്ങനെ കുടിക്കൂട്ടോ ഒരു ഗ്ലാസ്. ഇന്ന് തീരെ വയ്യ. എത്ര പേരുണ്ട് എന്ന് അറിയില്ല ഇതുപോലെ. എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ഡേ ആയിരുന്നു. ഭയങ്കര ഒരു ബ്ലോട്ടിങ് ഫീലൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും മേലെ കഴുകണ്ട, ഇങ്ങനെ കിടക്കാമെന്ന്. വേർത്ത് കുളിച്ചിട്ടേ ഇരിക്കണത്. എങ്കിലും അത്ര പോലും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി ബെഡൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.